താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു കൊന്ന കേസിൽ മുതിർന്നവർക്കും പങ്കുണ്ടെന്ന് കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ്. സംഘർഷ സമയത്ത് മുതിർന്ന ആളുകൾ സ്ഥലത്തുണ്ടായിരുന്നെന്നും പ്രതികളായ പലരുടെയും പേര് പറയാൻ പ്രദേശവാസികൾക്ക് ഭയമെന്നും പിതാവ് ഇക്ബാൽ പറഞ്ഞു. അവർ ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ട്. അവരെ കുട്ടികളിലേക്ക് മർദ്ദനം വരികയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ അവിടെ റെഡി ആയിട്ടുണ്ട്. പല ആളുകളും പറയാൻ പേടിച്ചുകൊണ്ട് പറയുന്നില്ല. ഈ അടുത്തുനിന്ന കടകളിലെ ആളുകൾ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവരൊക്കെ അറിയാം. അവർ ഈ അങ്ങാടിയിൽ ഈ ടൗണിലുള്ള ആളുകളായതുകൊണ്ട്, ഓലുമായിട്ട് ഇടപഴകുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് പറയാൻ പേടിയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, തുടക്കം മുതൽ ഷഹബാസിന്റെ അച്ഛൻ പറയുന്നുണ്ട് മുതിർന്ന ആളുകൾക്ക് ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം. ആ കാര്യം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ടോ? ഈ കുട്ടികൾക്കിടയിലെ വാക്കുതർക്കം, തല്ല് എന്നതിനൊക്കെ അപ്പുറം ഇതിൽ മുതിർന്നവർക്ക് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണോ പോലീസും കരുതുന്നത്? എങ്ങനെ പുരോഗമിക്കുന്നുണ്ട് ഈ ഷഹബാസ് കേസിലെ അന്വേഷണം ഇപ്പോൾ? ലക്ഷ്മി, തീർച്ചയായും ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഷഹബാസിന്റെ പിതാവ് ഉൾപ്പെടെ, ബന്ധുക്കൾ ഉൾപ്പെടെ ഒരു ആരോപണം ഉന്നയിച്ചതായിരുന്നു. പക്ഷേ എന്നാൽ പോലീസ് പറയുന്നത് ഈ കുട്ടികൾക്കപ്പുറം മുതിർന്നവരുടെ ഇടപെടൽ ഇതിലില്ല എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിലും പറയുന്നത്. പക്ഷേ ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മുതിർന്നവരുടെ സാന്നിധ്യം അന്ന് ആ സംഘർഷ സമയത്ത് ഉണ്ടായിരുന്നു. അവരെല്ലാം മറ്റിടങ്ങളിൽ നിൽക്കുകയായിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൻ്റെ പക്കലുണ്ട്. അവർ വീണ്ടും ഒരു തരത്തിൽ വീണ്ടും ഈ സംഘത്തെ തന്നെ, കുട്ടികളെ തന്നെ മർദ്ദിക്കാനുള്ളൊരു നിലപാടിലേക്ക് പോയിരുന്നു. ഇതെല്ലാം വ്യക്തമായി, ഈ സൂചനകളെല്ലാം പോലീസിന് നൽകിയിട്ടും പോലീസ് ആ രീതിയിലുള്ള പരിശോധന നടത്തുന്നില്ല എന്ന ആക്ഷേപമാണ് ഇക്ബാൽ ഉൾപ്പെടെയുള്ള പിതാവും ബന്ധുക്കൾക്കുൾപ്പെടെയുള്ളവർക്ക് ഉള്ളത്. കാരണം ഇത്തരത്തിലുള്ള പരിശോധന നടക്കാതെ കുട്ടികളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത് ഏതോ തരത്തിലുള്ള താല്പര്യം കൊണ്ടാണെന്ന തരത്തിൽ പോലും അവർ ഇന്ന് രാവിലെ ഇക്ബാൽ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. എന്തായാലും ഇത്തരത്തിലൊരു ആശങ്ക കുടുംബത്തിനുണ്ട്. ശരിയായ ദിശയിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയുണ്ട്. ഇപ്പോൾ അന്വേഷണത്തിൽ തൃപ്തനാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വലിയ സ്വാധീനമുള്ള, രാഷ്ട്രീയത്തിലും സാമ്പത്തിലും ഭരണത്തിലും ഒക്കെ സ്വാധീനമുള്ളവരാണ് ഈ കുട്ടികളുടെ രക്ഷിതാക്കളായ ആളുകൾ. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് പേടിയുണ്ട്, ഇത് അട്ടിമറിക്കപ്പെടും എന്ന തരത്തിലാണ് ഇക്ബാൽ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത്. കാരണം രാഷ്ട്രീയ സ്വാധീനം, ഭരണപക്ഷ രാഷ്ട്രീയ സ്വാധീനം ഒക്കെ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അന്വേഷണത്തിൽ ഈ ഘട്ടത്തിൽ അതൊന്നും ബാധിക്കപ്പെട്ടില്ലെങ്കിലും വൈകാതെ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകുമോ എന്ന ആശങ്കയാണ് ഇക്ബാൽ പങ്കുവയ്ക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് മുതിർന്നവരുടെ ഒരു സാന്നിധ്യം ഉൾപ്പെടെ ഉണ്ട് എന്ന് ഇക്ബാൽ സൂചിപ്പിച്ചത്. പക്ഷേ പോലീസ് ഈ ഘട്ടത്തിൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നില്ല. കൂടുതൽ കുട്ടികളുടെ മൊഴിയെടുക്കുക എന്നതാണ്. ഇന്ന് ഒരു കുട്ടിയെ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. ഒരു കുട്ടി കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കാരണം കൂടുതൽ കുട്ടികളിൽ നിന്ന് ഈ വിവരം അറിയുക, ആരൊക്കെ ഉണ്ടായിരുന്നു ആ പ്രദേശത്ത് നിന്ന് അറിയുക, അങ്ങനെ കാര്യങ്ങളിലേക്ക് നീങ്ങുക, അന്വേഷണം വ്യാപിപ്പിക്കുക എന്നാണ് പോലീസിൻ്റെ ഈ ഘട്ടത്തിലെ തീരുമാനം. എന്തായാലും ഈ സംഭവം ഉണ്ടായി 6:30 ഈ സംഘർഷം ഉണ്ടായതിനു ശേഷം വീണ്ടും 7 മണിക്ക് വീണ്ടും ഇത്തരത്തിൽ ഈ മർദ്ദിച്ച സംഘം, ഈ 5 കുട്ടികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികളുള്ള ഒരു സംഘം അതിന് സമീപത്തുള്ള ഒരു മാളിൽ സംഘടിച്ചു എന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ആ മാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സംഘർഷത്തിന് സാധ്യത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരുക്കം ആ ഭാഗത്ത് ഉണ്ടായെന്ന ആശങ്കയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു ആശങ്ക കുടുംബത്തിനുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് ഇക്ബാലിന്റെ ഈ വെളിപ്പെടുത്തലുകൾ. ശരിയാണ്. തുടക്കം മുതൽ ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ അക്കാര്യം ആവർത്തിക്കുന്നുണ്ട്. മുതിർന്നവർക്കും ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ രതീഷ് വാസുദേവനാണ് അതിന്റെ വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്.